ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മാവനും ആന്റിക്കും കൂടി ജനിക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അതിന് സംശയം എന്താ? അത് പെൺകുട്ടി തന്നെ. അല്ലല്ല, ഒരാൺകുട്ടിയുടെ അച്ഛമ്മയാവാനാ എനിക്ക് ആഗ്രഹം. ഷോപ്പിംഗും കഴിഞ്ഞാണല്ലോ രണ്ടുപേരുടെ വരവ്. ഇന്നൊരു സന്തോഷമുള്ള ദിവസങ്ങളെ. ഇത് ഐശ്വനുള്ള ഡ്രസ്. താങ്ക് യു. ഇത് മാമന്റെ ഐശ്വന് സ്വീറ്റ്സ്. താങ്ക് യു അമ്മാവ. ഇത് എല്ലാവർക്കും ഉള്ളതാ. അങ്കിളിനും രാധമ്മയ്ക്കും പ്രിയച്ചിക്കും ചേട്ടനും എല്ലാം. അയ്യോ, വേറെ കാര്യം പറയാൻ മറന്നു. ഇത് ഞങ്ങളുടെ വല്യമ്മയ്ക്ക്. അയ്യോ, സാരി. അത് കൊടുത്തോണ്ട് അവർക്കിട്ട് ആവോളം വില വെച്ചോ. അല്ല, മക്കള് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കൊറേ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. വരുതു. മുണ്ടക്കലമ്മേ, ഇണപ്രാവുകള് പറന്നു വന്നിട്ടുണ്ട്. അവര് രണ്ടുപേരും തമ്മില് കൂടുതൽ അടുക്കാനോ സംസാരിക്കാനോ പാടില്ല. അവര് തമ്മില് ബദ്ധശത്രുക്കളായി മാറിയ അത്രയും നല്ലത്. അത് ഞാൻ ഏറ്റു. ഇത് ഞാൻ കലക്ക് കൈ തരാം. എന്റെ ശിങ്കിടി മുണ്ടൻ ദൈവത്തെ ഞാനൊന്ന് ധ്യാനിച്ചോട്ടെ. അമ്മയ്ക്ക് ഫോൺ വയ്ക്ക്. രണ്ടിനും തമ്മിൽ അകറ്റാൻ എന്താ ഒരു വഴി? കേൾക്കട്ടളിയാ, ഋതുമോളുടെ വീരസാഹസ കഥകൾ കേൾക്കാനല്ലേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിനത് കഥയൊന്നുമല്ലല്ലോ, നടന്ന കാര്യല്ലേ. കഥയെന്ന് ഞാൻ ഒരു ഒഴുക്കിലങ്ങ് പറഞ്ഞു പോയതാ. എന്റെ പൊന്നു ഭാര്യ ഒന്ന് ക്ഷമിക്ക്. ഇന്നത്തെ കാലത്ത് ഭാര്യമാരെ പേടിക്കുന്ന ഉടങ്കൊല്ലി ഭർത്താക്കന്മാരായി പോളുന്നത്. ഭാര്യമാരെ വിറപ്പിച്ച് നിർത്തണോടാ. നിങ്ങള് ഭർത്താവിനെ പേടിച്ച് ചോദിച്ച ഭാര്യയായിരുന്നോ? എന്റെ കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാല് അത് എനിക്ക് മാത്രം ബാധകമല്ല. അമ്മാവൻ പറ എന്റിയുടെ കാര്യം. എടി രാധമ്മ കൂടി വരട്ടെ, അവൾക്ക് കേക്കണ്ടേ. അവളിപ്പോ വരും. ഞാൻ ദേ വന്നു. അതെ, മുഖ്യ അതിഥി വന്ന്. അല്ല, എല്ലാവർക്കും ഒരു ഗ്ലാസ് പായസം എടുക്കട്ടെ. അത് മാന്യമായ കാര്യം. പായസം മോന്തിക്കൊണ്ട് കഥ കേൾക്കാം. മോന്താനെന്താ കള്ളാണോ പായസം? ഈ തള്ളയുടെ ഒരു കാര്യം. ഇതേ കഴിഞ്ഞു മതി പായസം. അതിനു മുമ്പ് ഒരു ചത്തു പണങ്ങി പോട്ട്. പായസം കുടിക്കാതെ ഇവര് ചത്തുപോയാ പിന്നെ ഇവര് പായസ പിശാചായിട്ട് അലഞ്ഞു തിരിഞ്ഞു കിടക്കും. രാജു, നീ പറയ്. ആദ്യം നടന്ന സംഭവങ്ങളുടെ ഒരു ചെറിയ വിവരണം ഞാൻ പറയാം.
എന്റെ അമ്മേ, ഋതുവിന്റെ പെർഫോമൻസ് കണ്ടിട്ടേ ഞാൻ തന്നെ വണ്ടറടിച്ചു പോയി. ഇതൊരു പുലിയായിരുന്നേ, ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ആനന്ദപിള്ള എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി കീചകനാ. അവനോടൊക്കെ ഏറ്റുമുട്ടാനേ നിങ്ങളെപ്പോലുള്ളവർക്ക് പറ്റൂ. എന്നാലും എന്റെ മോളെ, മോക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം? ഇതൊക്കെ പൈതൃകല്ലേടി. വർമ്മ സാറിന്റെ മോള് മാത്രമല്ല, ആരുടെ കൊച്ചുമോള് ചെറുതുമോള്. സാക്ഷാൽ മഹാദേവ വർമ്മ സാറല്ലേ മുത്തച്ഛൻ. എന്നാലും എന്റെ അച്ഛനും എന്റെ ഭർത്താവും കൂടെ ഉള്ളപ്പോ ഞാൻ ആരെ പേടിക്കാനാ? അത് ഡബിൾ കറക്റ്റ്. ദാറ്റ് ഈസ് ഫാക്ട്. ഇവരാരും മതാമേ, ഒരു ഫാക്ടം ബോസ്. അങ്ങനെയൊന്നും അല്ല. ആരും ഇല്ലെങ്കിലും ഋതിക അയാൾ ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. അല്ലെങ്കിലും വിശാഖം നാളുകാരിയല്ലേ കൃതിക മോള്. ഉണ്ണിയാർച്ചയുടെ നാളാ വിശാഖം. പിന്നെ ഉണ്ണിയാർച്ചയുടെ ജാതകം നിങ്ങളല്ലേ ഒരു ജോത്സ്യര് വന്നേക്കുന്നു. എനിക്കും കുറച്ച് ജോത്സ്യമൊക്കെ അറിയാടാ. പിതാവിനോടൊരു മകള് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് മോള് ചെയ്തു. എന്തിനു പുത്രൻ, ഒരു പുത്രി ഉണ്ടായാലും മതി. അമ്മേ എനിക്കൊരു ഡൗട്ട്. ആ ദേ, ഐഷുന്റെ ഡൗട്ട് പറഞ്ഞു കൊടുക്കും മോളെ. എന്താ നിന്റെ സംശയം? ചോദിക്ക്. അമ്മാവനും ആന്റിക്കും കൂടി ജനിക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അതിന് സംശയം എന്താ? അത് പെൺകുട്ടി തന്നെ. അല്ലല്ല, ഏ? ഒരാൺകുട്ടിയുടെ അച്ഛമ്മയാവാനാ എനിക്ക് ആഗ്രഹം. ആ. എനിക്ക് ആൺകുട്ടി മതി. ആൺകുട്ടിക്കാ ഭൂരിപക്ഷം. കേട്ടാ മക്കളെ, നല്ല ഒന്നാം തരം ഒരു ആൺകുട്ടി മതി. ആൺകുട്ടി തന്നെ ഒരു അമ്മയുടെ പുണ്യം. ഓ ദേ, ഇതുപോലത്തെ കോവർ കഴുതകൾ ഉണ്ടാകാതിരുന്നാ മതി. തേച്ച് പഠിച്ച് ഇരുമ്പ് മറ പോലുള്ള ഷർട്ട് മുണ്ടുവിട്ട് തെളിഞ്ഞു വന്നു നിന്ന് പ്രതാപവർമ്മ എന്ന എന്റെ അച്ഛനോട് വലിയ വർത്തമാനം പറയരുത്. പറഞ്ഞ തന്റെ നാവ് പിഴുതെടുക്കാൻ പ്രതാപവർമ്മയ്ക്ക് ആൺമക്കള് തന്നെ വേണമെന്നില്ല. ഈ ഒരു പെൺമകള് തന്നെ ധാരാളം. മനസ്സിലായടോ തനിക്ക്? നോവിനാലേ